ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് ബോളാണ്, യോഗേർട്ട് വെച്ചിട്ടുള്ളത്. യോഗേർട്ടും കേടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടും മിൽക്കിൻ്റെ പ്രൊഡക്റ്റാണ്, രണ്ടും ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിനാണ് കേട്, പിന്നെ ഇതിനാണ് യോഗേർട്ട്. യോഗേർട്ട് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടുള്ള ബാക്ടീരിയൽ ആക്ഷൻസ് വഴി ഉണ്ടാക്കുന്ന മിൽക്ക് പ്രൊഡക്റ്റാണ്. ലാക്ടോബാസില്ലസ് ബൾഗേറിക്കസും അതേപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും, ഇങ്ങനെ രണ്ട് ബാക്ടീരിയ കൾച്ചറിനെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് യോഗേർട്ട്. അതിന് കുറച്ചും കൂടെ ടാങ്കി ഫ്ലേവർ ആയിരിക്കും. കേട് എന്ന് പറഞ്ഞാൽ നാച്ചുറലി മിൽക്ക് എന്തായി മാറുക, തൈരായി മാറുന്നതിനാണ്, ഫെർമെൻറ്റേഷൻ നടക്കുന്നതിനാണ് നമ്മൾ കേട് എന്ന് പറയാം. മറ്റേ ഈ രണ്ട് ബാക്ടീരിയസിനെ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം, യോഗേർട്ട്. അപ്പോൾ യോഗേർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് ബോൾ ഉണ്ടാക്കണം. പർപ്പസ് എന്തെന്ന് വെച്ചാൽ സ്നാക്സ് അവോയ്ഡ് ചെയ്യുക, നോമ്പ് കഴിയുമ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പ്ലാൻ ഉണ്ട്. നടക്കുമെന്നറിയാം, കാരണം നമ്മൾ സ്നാക്സ് കയ്യും കാണുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് പൈനാപ്പിൾ എടുക്കാം. പൈനാപ്പിൾ കുറച്ച് എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇനി അങ്ങോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ, നോമ്പാകുമ്പം ഇപ്പം ഏകദേശം 70-69 റേറ്റിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫുൾ കട്ട് ചെയ്യണോ അതോ ഹാഫ് മതിയോ? ഹാഫ് പോർഷൻ പോരെ? യെസ്, പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ഒരു സ്കിൽ ആവശ്യമാണ്. ആ സ്കില്ലിന് കാവോളമുണ്ട്, പക്ഷെ കുറേ നേരം കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ്, കട്ട് ചെയ്യലല്ല തോല് ചെത്തൽ കഴിഞ്ഞ്, ഇത് ഒരു ഹാഫ് പൗപ്പായിട്ടുള്ളൂ. താഴെ പോർഷൻ നല്ലതായിട്ട് പോത്തിട്ടുണ്ട്. താഴത്തെ പോർഷൻസ് എടുക്കാം. ഓക്കെ, ബാക്കി പോർഷൻ നമുക്ക് പിന്നേക്ക് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, കട്ട് ചെയ്തു. ഈ പോർഷൻ നമുക്ക് ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതല്ല, ഇത് വെച്ചിട്ടൊരു ഒരു ഡിഷ് ഉണ്ടാക്കലുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ തോലും അതേപോലെ തന്നെ ഈ ഭാഗമൊക്കെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷുഗർ ഇട്ടിട്ട് എടുത്ത് വെക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു ഡിഷ് കിട്ടും. അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ട്. ഓക്കെ, അതുണ്ടാക്കണം കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഈ കൊമ്പൂച്ചയൊക്കെ ഇല്ലേ, കൊമ്പൂച്ചയൊക്കെ പോലത്തെ ഒരു സാധനം. കൊമ്പൂച്ചയിൽ പിന്നെ നമുക്കൊരു ആ ബാക്ടീരിയൽ കൾച്ചറൊക്കെ വേണ്ടി വരും. ഓക്കെ, നന്നായിട്ട് ചെറുതാക്കി അരിയണ്ടേ? ഓക്കെ, നല്ല മറ്റേത്. ഓക്കെ, എൻ്റെ കട്ടിങ് സ്കില്ല് കാണിക്കാൻ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പം ചെറുതായിട്ട് കുനുകുന അരിയണം. മതി. I have that potential by birth. അപ്പോൾ ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് പൈനാപ്പിൾ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ ബാക്കി ഇങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. ഉണ്ടാവും, യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഴം കട്ട് ചെയ്യാം. ഇതൊക്കെ ഓൾറെഡി കഴുകി എടുത്ത് വെച്ചാണ്. റോബസ്റ്റ്, യെസ്, റോബസ്റ്റ് നേന്ത്രപ്പഴമാണ് ഇതിന് കുറച്ചും കൂടെ നല്ലത്. കട്ട് ചെയ്ത് വരുമ്പോൾ റെഡി ആവടാ. ഏട്ടായിൻ്റെ കട്ടിങ് സ്കില്ല് ദാറ്റ് മച്ച് പെർഫെക്റ്റ്. പ്ലീസ് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ റോബസ്റ്റ പഴവും ഇത് കട്ട് ചെയ്ത് വെച്ചോ. ഡയമെൻഷൻ കറക്റ്റ് ആക്കിയാണ്. ഇത് മാത്സ് പരീക്ഷയ്ക്ക് പോകല്ലോ, ഇത് തിന്നാനാണ് നോമ്പറക്കുമ്പോൾ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങനെ പഴം കഴിഞ്ഞു. ഇനി നമ്മുടെ വടുത്തക്ക ആദ്യം ഒരു ഹാഫ് പോർഷൻ എടുക്കാം. ഇതെന്ത് വത്തക്കാന്ന് വെച്ചാൽ യെല്ലോ വടുത്തക്ക. യെല്ലോ വറുത്തക്ക നമ്മൾ ഒരു ഹാഫ് പോർഷൻ, പിന്നെ റെഡ് വറുത്തക്ക ഒരു ഹാഫ് പോർഷൻ. ചുവപ്പ് വത്തക്ക ഇത് 2 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കിടക്കുന്ന ആളാണ്. ഇപ്പോഴത്തെ പ്ലാന് ഈ മാസം ഫുള്ള് എന്നാണ്. ബൈ ചാൻസ് അത് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ചില പ്രലോഭനങ്ങൾ, ചില വ്യക്തികളുടെ പ്രലോഭനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വീണു പോകും. ഇത് വരുന്ന നമ്മുടെ മൂവാണ്ടൻ മാങ്ങ എന്നാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് മൂവാണ്ടൻ മാങ്ങയല്ല, ഇത് റുമേനിയൻ മാംഗോ. സ്പൂൺ കൊണ്ടുവരുമോ? ഇത് റുമാനിയൻ മാംഗോ. ഓക്കെ,
തോല് ചെത്തി അടങ്ങാറാവേണ്ട കാര്യമില്ലടോ. ഇതുപോലെ ഹാക്സ് ഒരുപാടുണ്ട്, ഒരുപാട് ടിപ്സുകൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒന്നുമല്ല. ഇത് ഞാൻ ജനിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു. അന്ന് നഴ്സ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വളരെ വളരെ ചെറിയ പ്രായത്തിലാണ്. അയ്യോ നോമ്പാണ്, സോറി. അല്ല അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ യൂട്യൂബിൽ കണ്ടുപിടിച്ചാൽ ഓക്കെ. റമദാൻ മാസം നോമ്പ് പറ്റുന്നതാണ്. ആക്ച്വലി ചില ആളുകൾ പറയും നമ്മൾ കൈകൊണ്ട് ചെയ്താൽ അത് ഹൈജീൻ അല്ല, വൃത്തിയില്ലാത്ത പരിപാടിയാണ് നമുക്ക്. അത് എങ്ങനെയുള്ള കൈകൾ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അതിനവരെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെക്കണം. കാരണം കുക്കിംഗ് എന്ന് പറയുന്നത്, പിന്നെ കുക്കിംഗ് ചെയ്യുമ്പം കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൈൻ്റെ നഖം നന്നായിട്ട് വെട്ടണം. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഇതേപോലത്തെ റോ ഫുഡ് കഴിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ പച്ചക്ക കഴിക്കുന്നത്, ചൂടാക്കി കഴിക്കുന്നില്ല. ചൂടാക്കി കഴിക്കുമ്പോൾ അത്യാവശ്യം തിളക്കുന്നത് കൊണ്ട് തന്നെ, ബോയിൽ ആവുന്നതുകൊണ്ട് തന്നെ ഒരുവിധം ബാക്ടീരിയാസ്, കാര്യങ്ങൾ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡെഡായി പോകും. അപ്പോൾ വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഗ്ലൗസ് ഇട്ടു എന്ന് വിചാരിച്ച് വൃത്തി ഉണ്ടാവുമോ? ഒന്നും നിർബന്ധമില്ല. നല്ല ഗ്ലൗസ്, നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള ഗ്ലൗസ് വാങ്ങി യൂസ് ചെയ്യണം, അപ്പോഴേ വൃത്തി ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിലും, പ്രത്യേകിച്ചും ഇങ്ങനെ നമ്മൾ ജ്യൂസ് ഐറ്റംസ്, ഡെസേർട്ട് ഐറ്റംസ്, അതുപോലെ തന്നെ പച്ചക്ക് കഴിക്കുന്ന സാധനങ്ങൾ, ഓക്കെ, കുക്ക് ചെയ്യാതെ കഴിക്കുന്ന സാധനങ്ങൾ. നെക്സ്റ്റ് ചെസ് നമ്പർ ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് കുരു കളഞ്ഞിട്ടില്ലേ? കേട്ടോ. അയ്യോ, യോഗട്ട് അൺബോക്സ് ചെയ്യാണ്. അത് ഫ്രീസറിൽ കിടക്കാത്തതുകൊണ്ട് ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. ഓക്കെ, യോഗട്ട് പ്ലെയിനാണ്, വേറെ മിക്സ് ഒന്നുമില്ല. ഫുള്ളും ഉണ്ടല്ലോ, ചെറിയ പോഷൻ പോരെ. സ്വീറ്റ് ആഡ് ചെയ്യണ്ടോ? ഇല്ലല്ലോ, നോ ഷുഗർ. ഷുഗർ എത്രത്തോളം കുറക്കാൻ കഴിയുന്നോ അത്രക്കും നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. റെഡ്യൂസ് ദ ഷുഗർ. ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറക്കാൻ പറ്റും, മറ്റ് പല അസുഖങ്ങളും കുറക്കാൻ പറ്റും. അത് യൂസ്ഡായി കഴിയും. വേറെ ചോക്ലേറ്റ് കഴിക്കുമ്പം, വേറെ എന്തെങ്കിലും ഡിഷ് കഴിക്കുമ്പോൾ എല്ലാത്തിനും സ്വീറ്റ് കൂടുതലാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ടേസ്റ്റ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഷുഗർ എന്ന് പറയുന്ന സാധനം. അതൊക്കെ സാധനം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഫ്രൂട്ട് സാലഡ് റെഡിയായി വിത്ത് യോഗട്ട്. കുറച്ച് നേരം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കും. ഫ്ലേവറിനുള്ള സാധനം ഉണ്ടാവും. ഇത് നമ്മുടെ ചോയ്സിന് നമുക്ക് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ദിസ് ഇസ് ഫ്രൂട്ട് ബോൾ വിത്ത് യോഗട്ട്. ഓക്കെ, ഐ നോ. ഓക്കെ, ദാറ്റ്സ് മതി.